ടൂറിസത്തിന് പേരുകേട്ട കുട്ടനാട് മേഖലയുടെ ഭാഗമായ കുമരകം കേരളത്തിൽ കോട്ടയം ജില്ലയിൽ വേമ്പനാട് കായലിനോട് ചേർന്ന് കിടക്കുന്നു. കോട്ടയം പട്ടണത്തിൽ നിന്നും പടിഞ്ഞാറ് ഭാഗത്തായി 14 കിലോമീറ്റർ അകലത്തിലുള്ള ഒരു ചെറിയ ഗ്രാമമാണ് കുമരകം. കേരളത്തിൻ്റെ നെതർലാൻഡ് എന്ന പേരിൽ പ്രശസ്തമായ ഇവിടം ദേശാടനക്കിളികളുടെ പറുദീസയും പക്ഷി നിരീക്ഷകരുടെ സ്വർഗവുമാണ്. ഒരു കായൽ തീര വിനോദസഞ്ചാര കേന്ദ്രം എന്നതിലുപരി കുമരകം സന്ദർശനക്കാർക്ക് ഒട്ടേറെ അവിസ്മരണീയമായ അനുഭവങ്ങളും പങ്കുവയ്ക്കും. തെങ്ങിൻ തോപ്പുകളിൽ കായലിനഭിമുഖമായി പടുത്തുയർത്തിയ കോട്ടേജുകളും കണ്ടൽക്കാടുകളും മരതകപ്പച്ച വിരിച്ച നെൽപ്പാടങ്ങളും ജലപാതകളിൽ വിരിഞ്ഞു നിൽക്കുന്ന വെള്ള ആമ്പൽപ്പൂക്കളും മനം മയക്കുന്ന അവിസ്മരണീയമായ കാഴ്ചകളും. സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ യാത്രാ ബോട്ട് മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്നുള്ള യാത്ര പൂർത്തിയാക്കി കുമരകത്ത് എത്തിച്ചേർന്ന് അടുത്ത യാത്രയ്ക്ക് ഒരുങ്ങുന്നതിനായി ബോട്ട് തിരിച്ചിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനുശേഷം യാത്രക്കാരോടൊപ്പം തന്നെ ആവശ്യമുള്ള ഇരുചക്ര വാഹനങ്ങളെയും ഇതേ ബോട്ടിൽ മറുകരയിൽ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ എത്തിക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടി ഈ യാത്രയ്ക്കുണ്ട്. കുമരകത്തിൻ്റെയും വേമ്പനാട് കായലിൻ്റെയും വൈവിധ്യമാർന്ന കാഴ്ചാനുഭവങ്ങൾ നുകർന്നുകൊണ്ടുള്ള ഞങ്ങളുടെ യാത്ര ഇതാ ആരംഭിക്കുന്നു. സ്വകാര്യ ഹൗസ് ബോട്ടുകളും മറ്റും ഉയർന്ന ചാർജ് ഈടാക്കി നാനാവിധ സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്ത് ടൂറിസ്റ്റുകളെ ആകർഷിക്കുമ്പോൾ സാധാരണക്കാരുടെ ദൈനംദിന യാത്രകൾക്കും നിരവധി ടൂറിസ്റ്റുകൾക്കും പലപ്പോഴും തുണയാകുന്നത് സർക്കാർ ബോട്ടുകൾ തന്നെയാണ്. ജലഗതാഗത വകുപ്പിൻ്റെ ബോട്ടിൽ കേവലം ഒരു യാത്രക്കാരന് 16 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കോട്ടയം കുമരകത്തു നിന്ന് ആലപ്പുഴ മുഹമ്മ ബോട്ട് ജെട്ടി വരെ എത്തിച്ചേരാവുന്നതാണ്. ഏകദേശം 40-45 മിനിറ്റ് കൊണ്ട് ദൃശ്യമനോഹരമായ കാഴ്ചകൾ കണ്ട് ഈ യാത്ര പൂർത്തീകരിക്കാവുന്നതാണ്. മുഹമ്മ ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേരുന്ന യാത്രക്കാർക്ക് അതേപോലെ തന്നെ തിരിച്ച് 16 രൂപയുടെ ടിക്കറ്റ് എടുത്താൽ ഇതേപോലെ തന്നെ ബോട്ടിൽ മടങ്ങി കുമരകത്തെത്തിച്ചേരാവുന്നതാണ്. അതുമല്ലെങ്കിൽ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ നിന്ന് യാത്രക്കാർക്ക് പ്രൈവറ്റ് ബോട്ടുകളുടെ സഹായത്തോടെ പാതിരാമണൽ ദ്വീപിലേക്ക് യാത്ര ചെയ്യുന്നതിനുമുള്ള സൗകര്യങ്ങളുണ്ട്. ഏതാണ്ട് 40-45 മിനിറ്റ് നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിപ്പോൾ ആലപ്പുഴ മുഹമ്മ ബോട്ട് ജെട്ടിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കുമരകത്തേക്ക് മടങ്ങിയുള്ള യാത്രയ്ക്കായി ഞങ്ങൾ ഏകദേശം 45 മിനിറ്റോളം മുഹമ്മ ബോട്ട് ജെട്ടിയിൽ കാത്തുനിന്നു. അതിനുശേഷം വീണ്ടും കുമരകത്തേക്ക്.
വഞ്ചികളും ചെറുതോണികളും ഹൗസ് ബോട്ടുകളും ഈ യാത്രയുടെ മാറ്റുകൂട്ടുന്നു. 2000 ഡിസംബറിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി A.B. വാജ്പേയിയുടെ സന്ദർശനത്തോടെ കുമരകം ദേശീയ അന്തർദേശീയ പ്രാധാന്യം നേടി. 5166 ഹെക്ടർ വിസ്തൃതിയുള്ള കുമരകത്തിൻ്റെ 2413 ഹെക്ടർ തടാകവും 1500 ഹെക്ടർ നെൽവയലുകളും 1253 ഹെക്ടർ വരണ്ട നിലവുമാണ്.